എന്താണ് മനസ്സിൽ? കേരളത്തിൽ ജനങ്ങൾ ആഗ്രഹിച്ചൊരു വലിയ തരംഗമാണ് യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടായത്. അത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതു മുന്നണിയുടെ ദുർഭരണം ഒരുപാട് ഉപദ്രവങ്ങളുണ്ടാക്കി, മനുഷ്യർക്ക് ബുദ്ധിമുട്ടുകളുണ്ടായി, നാടിൻ്റെ വികസനത്തിന് മുരടിപ്പുണ്ടായി. അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം, ഒരു നല്ല കാലം കേരളത്തിലുണ്ടാകണമെന്ന് ജനം ആഗ്രഹിച്ചു. അതിൻ്റെ വിജയമാണ് യു ഡി എഫിനുണ്ടായത്. വലിയ വമ്പൻ വിജയമാണ്. കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് 8ൽ 7 സീറ്റ്, ഏതാണ്ട് 87% സ്ട്രൈക്ക് റേറ്റ്, സ്വപ്നതുല്യമായ വിജയമാണ്. കൂടുതൽ പാർട്ടി പ്രതീക്ഷിച്ചിരുന്നോ? ഞാൻ ചോദിക്കുന്ന മന്ത്രിസഭയിലും മറ്റുമൊക്കെയാണ്. തീർച്ചയായിട്ടും കൂടുതൽ പ്രാതിനിധ്യം പാർട്ടി ആഗ്രഹിച്ചിരുന്നു, അത് അർഹതപ്പെട്ടതായിരുന്നു. പക്ഷേ അതിലേക്ക് എല്ലാവർക്കും നല്ല വിജയം ഉണ്ടായി. കോൺഗ്രസിന് നല്ല വിജയം ഉണ്ടായി, മുസ്ലിം ലീഗിനുണ്ടായി. അപ്പോൾ കേരള കോൺഗ്രസിന് കൂടുതൽ പ്രാതിനിധ്യം അർഹതപ്പെട്ടതായിരുന്നെങ്കിലും 2 മന്ത്രിസ്ഥാനമൊക്കെ പാർട്ടി തീർച്ചയായിട്ടും അർഹതപ്പെട്ടതായിരുന്നു, ആഗ്രഹിച്ചു. എങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം തൃപ്തികരമായി പരിഹരിക്കണം എന്നതുകൊണ്ട് പാർട്ടി ചെയർമാൻ ശ്രീ പി ജോസഫ് സാർ വളരെ പക്വതയോടെ 2 സീറ്റ് പാർട്ടി വിട്ടുകൊടുക്കാൻ യു ഡി എഫിൻ്റെ വിജയത്തിന് വേണ്ടി തയ്യാറായതുപോലെ തന്നെ മന്ത്രിസ്ഥാനത്തിൻ്റെ കാര്യത്തിലും ഇത്രയും വലിയൊരു വിജയം ഉണ്ടായതിന് ശോഭ കെടുത്താൻ പാർട്ടി ആഗ്രഹിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മന്ത്രിസ്ഥാനവും ഒരു ചീഫ് വിപ്പും എന്ന് അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ ആ കാര്യങ്ങൾ പരിഹരിക്കുക. വകുപ്പ് സംബന്ധിച്ച് മുഖ്യമന്ത്രി അറിയിപ്പ് നൽകിയിട്ടുണ്ടോ? ധാരണയുണ്ടാവുമല്ലോ. ധാരണ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്ത് ഈ ദിവസങ്ങളിൽ തൃപ്തികരമായ പരിഹാരം ഉണ്ടാവും. മുമ്പ് കേരള കോൺഗ്രസ് കൈകാര്യം ചെയ്തിട്ടുള്ളത് വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, LDF നിൽക്കുന്ന സമയത്ത്, അങ്ങനെ ഇനിയിപ്പോൾ UDF വരുമ്പോഴാണെങ്കിൽ റവന്യൂ, ധനം അടക്കമുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്ത കാലമുണ്ടായിരുന്നു. അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ഒരു ലെഗസി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈവച്ച് ഭരിച്ച ഒരു ലെഗസിയാണ്. അപ്പോൾ അതിന് തക്കതായ ഒരു പരിഗണന ഇത്തവണ ഉണ്ടാവുമോ? അല്ല, അത് വകുപ്പുകളുടെ എല്ലാ വകുപ്പും പ്രധാനപ്പെട്ടതാണോ? എങ്കിലും കേരള കോൺഗ്രസ് പാർട്ടി പറഞ്ഞ ശരിയാണ്. ധനകാര്യ വകുപ്പ്, ആഭ്യന്തരമന്ത്രി, അതുപോലെ തന്നെ റവന്യൂ വകുപ്പ്, പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം പാർട്ടി നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ UDF മന്ത്രിസഭയിൽ പാർട്ടിക്ക് ലഭിക്കുന്ന ഏത് വകുപ്പായാലും അത് പ്രധാനപ്പെട്ട വകുപ്പായി നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പാർട്ടിയുടെ ലക്ഷ്യം.